ഹായ്. അങ്ങനെ നമ്മുടെ പി ആറിൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. 2021 ശേഷം വന്നുകൊണ്ട് പി ആറിൻ്റെ എലിജിബിലിറ്റി 5 ഇയേഴ്സിൽ നിന്നും 10 ഇയേഴ്സിലേക്ക് മാറ്റാൻ പോവാണ്. ഇതാണ് പുതിയ വന്ന അപ്ഡേഷൻ. 2021 ശേഷം ഇവിടെ സ്റ്റുഡൻറ്റ് വിസയിൽ വന്ന് എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ടാവും എന്തായിരിക്കും ILR, PR, സിറ്റിസൺഷിപ്പ് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ആഗ്രഹിച്ചവർ വന്നിട്ടുണ്ടാവാം. അപ്പോൾ അവർക്കൊക്കെ ഒരു തിരിച്ചടിയാണ് ഇത് വന്നത്. ഇനി രണ്ടാമത്തത് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ വിസയിൽ വന്നിരിക്കുന്നതിൻ്റെ PR എലിജിബിലിറ്റി 5 ഇയേഴ്സിൽ നിന്നും 15 ഇയേഴ്സിലേക്ക് മാറ്റാൻ പോവാണ്. അതായത് നമ്മൾ ഇനി ഒരു ലോങ് വെയിറ്റിംഗ് പീരീഡിൽ നിന്നാൽ മാത്രമേ നമ്മൾ പി ആറിലോട്ടേക്ക് പോകുള്ളൂ. പിന്നെ പി ആർ വരെ നിങ്ങൾക്ക് വിസ വേണം. അപ്പോൾ നിങ്ങളിങ്ങനെ വിസ പുതുക്കിക്കൊണ്ടേ നിൽക്കണം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ജോബിൽ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാതെ നിങ്ങൾ സ്കില്ല് മാക്സിമം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നോക്കുക. അതേപോലെ UK എന്ന് പറഞ്ഞാൽ ഒരു ഡെവലപ്ഡ് കൺട്രിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ സെർവ് ചെയ്യണമെങ്കിൽ മാക്സിമം സ്കില്ല് വേണം. അപ്പം നിങ്ങൾ മാക്സിമം സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ടേ നിൽക്കുക. അല്ലാതെ നിങ്ങൾ നോർമലായിട്ടുള്ള ഏതെങ്കിലും ജോബിൽ ഇപ്പം നിങ്ങൾ ആ കംഫർട്ട് സോണിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും എവിടെ എത്താൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ സ്കില്ല് എത്രത്തോളം ഡെവലപ്പ് ചെയ്യാൻ പറ്റും അത് നിങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുക. നിങ്ങളിനിപ്പം ലോകത്ത് എവിടെ പോയിട്ട് ജോബ് ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ സ്കില്ലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ സെർവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കുക.